വാർത്തകൾ തുടരുന്നു. കയ്പമംഗലം ഈസ്റ്റ് NSS കരയോഗം കുടുംബമേള ഞായറാഴ്ച കൊട്ടാരത്ത് സുകുമാരൻ നായരുടെ വസതിയിൽ നടന്നു. NSS കൊടുങ്ങല്ലൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് C. രാജശേഖരൻ കുടുംബമേള ഉദ്ഘാടനം ചെയ്തു. കുറച്ചു കാലം കഴിയുമ്പോൾ ആ A+ കൊണ്ട് നമ്മൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. ഞാൻ പറയുന്നതിൽ ജീവിക്കാൻ കഴിയാത്ത എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതിൽ സമ്പത്ത് ഇല്ലാത്ത അവസ്ഥ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സമ്പത്ത് ഉണ്ടായിട്ട് പോലും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ തലമുറ എത്തിപ്പോകുന്നു. ഈ കഴിഞ്ഞൊരു ദിവസം ഏഷ്യാനെറ്റിന്റെ ചാനൽ ഞാൻ കണ്ടപ്പോൾ ഒരു ലൈവ് പരിപാടി മാടായിക്കോണത്തുള്ള L. ഗിരീഷ് കുമാർ ആധ്യാത്മിക പ്രഭാഷണം, അദ്ദേഹം തിരുവല്ല കാവുംഭാഗം ഭഗവതി ക്ഷേത്രത്തിൽ നടത്തുന്ന ഒരു ആധ്യാത്മിക പ്രഭാഷണം ലൈവായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ആരെങ്കിലും കേട്ട് കാണോ? ആധ്യാത്മിക പ്രഭാഷണം ആകുമ്പോൾ ആരും കേൾക്കാൻ താല്പര്യമില്ല. അതേസമയം വേറെ കുറച്ച് സാധനങ്ങൾ 5:30 മുതൽ 10:30 വരെ നമ്മളെല്ലാവരും കാണും. ഇന്ന് ദൈവങ്ങൾ പോലും സീരിയലിലൂടെ വന്ന് കഥ പറഞ്ഞെങ്കിലേ നമ്മുടെ കുട്ടികൾക്ക് കഥ അറിയില്ല. കൈലാസനാഥൻ ഇപ്പൊ ആരോട് ചോദിച്ചാലും അവർ പറയും. പക്ഷെ അതിലുള്ള പല കാര്യങ്ങളും നമ്മളാരും മുൻപ് കേട്ടതായിട്ട് അറിയുന്നില്ല. യൂണിയൻ സെക്രട്ടറി M.A. പ്രേംസുന്ദർ ആധ്യാത്മിക പാഠശാലയുടെ ഉദ്ഘാടനവും യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് N.R. സന്തോഷ് ചികിത്സാ ധനസഹായ വിതരണവും നടത്തി. ഭാരതീയ വിദ്യാനികേതൻ പ്രതിനിധി P. സതീഷ് പ്രഭാഷണം നടത്തി. യൂണിയൻ കമ്മിറ്റി അംഗം ശ്യാം കരയാമ്പട്ടത്ത് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും അനന്തകൃഷ്ണൻ കരയോഗത്തിലെ മുതിർന്ന ദമ്പതികളെ ആദരിക്കലും നിർവഹിച്ചു. NSS കയ്പമംഗലം കരയോഗം പ്രസിഡന്റ് K. സുധാകരൻ നായർ അധ്യക്ഷനായിരുന്നു. ഭാരവാഹികളായ V. അനീഷ്, ഭാഗ്യലക്ഷ്മി രാധാകൃഷ്ണൻ എന്നിവരും പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. പെരിഞ്ഞനം കൊറ്റംകുളത്തെ മത്സ്യകൃഷി വിളവെടുപ്പ് ആവേശമായി. 1000 കിലോഗ്രാം മീനാണ് ഞായറാഴ്ച വിറ്റുപോയത്. കൊറ്റംകുളത്ത് 10 ചെറുപ്പക്കാർ ചേർന്ന് നടത്തുന്ന മൈത്രി ഫിഷ് ഫാം ആണ് കൃഷി ഇറക്കിയത്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ മത്സ്യസമൃദ്ധി പദ്ധതി പ്രകാരം മൃഗാൾ, രോഹു, കട്ല, വാള, തിലാപ്പിയ തുടങ്ങിയ മത്സ്യങ്ങളാണ് കുളത്തിൽ വളർത്തിയതെന്ന് കോർഡിനേറ്റർ MS. സുമി പറഞ്ഞു. കൊടുങ്ങല്ലൂർ ശൃംഗപുരം സെന്റ് മേരീസ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിച്ചു. ഫാദർ ടോം മാളിയേക്കൽ തിരുനാൾ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സെബി പുളിക്കൽ തിരുനാൾ സന്ദേശം നൽകി. തിരുനാളിന്റെ ഭാഗമായി നഗരത്തിൽ നടന്ന അമ്പ് പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ അണിനിരന്നു. മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടി തന്റെ ഏകജാതന് നൽകാൻ തക്കവിധം ദൈവപുത്രനെ ലോകത്തിലേക്ക് അയച്ചത് മംഗളങ്ങള് ദൈവാനുഗ്രഹവും ഒത്തിരി സ്നേഹത്തോടെ 3 അച്ഛന്മാരുടെ പേരിൽ ആശംസിക്കുകയാണ്. വിശുദ്ധ ബലിക്ക് ഞങ്ങള് അൽത്താരയിലേക്ക് കയറുന്നതിന് മുമ്പ് തോമസിനും ഞങ്ങൾ റിവൈസിനും കൂടി പറയുകയായിരുന്നു, ഞങ്ങളുടെ വലിയ ഭാഗ്യമാണ് എന്റെയും തോമസിന്റെയും ഇവിടെ ഈ തിരുനാളിനെ വെളിയർപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത്. കാരണം തോമാസിക ഭാരതത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം കൊടുങ്ങല്ലൂരാണ്. തോമാസിക സ്ഥാപിച്ച ആദ്യത്തെ സഭ പള്ളി കൊടുങ്ങല്ലൂരാണ്. അതിന്റെ പിന്തുടർച്ചക്കാരാണ് നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങളുടെ ദേവാലയത്തിന് തിരുനാളിന് വെളിയർപ്പിക്കുക എന്നുള്ളത് വലിയ ഭാഗ്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കരുതുകയാണ്. ഞങ്ങളെ വിളിച്ചത് പ്രത്യേകമായിട്ട് വികാരിച്ചത് എല്ലാവർക്കും നന്ദി പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പൊ ട്രെയിനിൽ വരുന്ന വഴി അധികം മലയാളികൾ ഞങ്ങളുടെ കമ്പാർട്ട്മെന്റിൽ ഇല്ല, കുറച്ച് മലയാളികളേ ഉള്ളൂ. നാട്ടിക ഇയ്യാനി ഭഗവതി ക്ഷേത്രോത്സവം ചേതോഹരമായി. എഴുന്നള്ളിപ്പിൽ 9 ഗജവീരന്മാർ അണിനിരന്നു. കൊമ്പൻ പുതുപ്പള്ളി കേശവൻ ദേവിയുടെ തിടമ്പേറ്റി. 100-ൽ പരം മേള കലാകാരന്മാർ അണിനിരന്ന വാദ്യമേളത്തിന് പൂനാരി ഉണ്ണികൃഷ്ണൻ നേതൃത്വം നൽകി. തുടർന്ന് കുടമാറ്റം, വെടിക്കെട്ട് എന്നിവയുമുണ്ടായി.
കൊല്ലാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉച്ചാറൽ മഹോത്സവം തിങ്കളാഴ്ച ആഘോഷിക്കും. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ക്ഷേത്രനടയിൽ കാവടിയാട്ടം നടക്കും. തുടർന്ന് മുത്തപ്പന് കളംപാട്ട്, അന്നദാനം എന്നിവയും ഉച്ചയ്ക്ക് 2 മണി മുതൽ എഴുന്നള്ളിപ്പും ആരംഭിക്കും. വൈകിട്ട് 6-ന് ദീപാരാധന, രാത്രി 9-ന് കേളി തായമ്പക, രാത്രി 9:30 മുതൽ 12 മണി വരെ ഭസ്മക്കാവടിയാട്ടം എന്നിവയും നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂർ മേത്തലയിൽ CPM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ആക്രമണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് CPM തീവ്രവാദ സംഘടനകളുമായി കൂട്ടുകൂടുകയാണെന്ന് DCC പ്രസിഡന്റ് ഒ. അബ്ദുറഹ്മാൻ കുട്ടി. കയ്പമംഗലം ഈസ്റ്റ് NSS കരയോഗം കുടുംബമേള നടന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.